അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. മക്കളെ, ഞാൻ നേരിട്ട് 2-3 കുടുംബത്തിനെ കണ്ടു. 2-3 കുടുംബത്തിനെ പറഞ്ഞാൽ 3 ഫാമിലിനെ. ഈ 3 ഫാമിലിയിലും 2 ഫാമിലി മുസ്ലിമും 1 ഫാമിലി ഇതര സമുദായത്തിൽപ്പെട്ട കുടുംബമാണ്. അപ്പോൾ അവിടെ ഈ 3 പെൺകുട്ടികളും അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് വന്ന് ജീവിക്കുകയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീധനം. എല്ലാ 3, 4, 5 കൊല്ലം മുമ്പ് വിവാഹം കഴിച്ചു കൊടുത്ത കുട്ടികൾ സ്ത്രീധനം പോരാത്തതിൻ്റെ പേരിൽ അമ്മായിമ്മടി, നാത്തൂന്മാരുടെയും അമ്മോശാക്കാൻ്റെയും ഭർത്താവിൻ്റെയൊക്കെ ക്രൂരത സഹിക്കാൻ വയ്യാതെ സ്വന്തം മക്കളെ എടുത്ത് വീട്ടിലേക്ക് വന്ന് നിൽക്കുകയാണ്. അതിലൊരു പെൺകുട്ടി എത്തിയും കുട്ടിയാണ്. അതിന് വാപ്പയില്ല. 20 വയസ്സായ ഒരു സഹോദരനാണ്. അത് പഠിക്കുന്നുണ്ട്. അവളെ ഉമ്മാക്ക് ഹാർട്ടിന് പ്രശ്നം. തൈറോയ്ഡ് കൊണ്ട് കാല് നടക്കാൻ പറ്റില്ല. നീര് വെച്ചിട്ട് ഞരമ്പൊക്കെ വണ്ണം വെച്ച് ഇത്രച്ച വണ്ണം ഉണ്ടോരാ ഞരമ്പ്. ആ കുടുംബത്തിൽ അവർ തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബം. ആ കുടുംബത്തിലാണ് സ്ത്രീധനം ഇനിയും വേണം എന്ന് പറഞ്ഞ ആ കുട്ടീനെ മാനസികമായും ശാരീരികമായും ഭർത്താവും നാത്തൂന്മാരും ഇവരെല്ലാവരും പീഡിപ്പിച്ച് അതിന് സഹിക്കാൻ വയ്യാതായപ്പോൾ അത് നാട്ടിലേക്ക് ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നിരിക്കണം. ഒരുപാട് ദൂരം എന്നല്ല, അവിടെ തന്നെ ഉള്ളതാണ്. വീട്ടിലേക്ക് വന്നിരിക്കണം. ഇപ്പോൾ 7 വയസ്സായ ഒരു കുട്ടീനെ സ്വന്തം ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് ആ പെൺകുട്ടി വേറെ എവിടെയോ ജോലിക്ക് പോയിട്ടാണ് ജീവിക്കണം. പ്രശ്നം ചോദിച്ചപ്പോൾ സ്ത്രീധനം പോരാ. 10 പവൻ്റെ സ്വർണം പെൺകുട്ടിക്ക്, 1.5 ലക്ഷം രൂപ പണമായിട്ട്, അമ്മായിമ്മക്ക് വേറെ എന്തോ സ്വർണം കൊടുത്തിട്ടുണ്ട്, നാത്തൂന് ഒരു സ്വർണം കൊടുത്തു, ഒരു നാത്തൂനുള്ളൂ. ആ നാത്തൂന് കല്യാണത്തിന് എന്തോ ഇവരിട്ടിട്ടുണ്ട്. നമ്മളെ ഇവിടുത്തെ മാതിരിയല്ല, അവിടെ അങ്ങനെ ഒരു ആചാരങ്ങളും കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ 1.5 ലക്ഷം രൂപ സ്ത്രീധനം പൈസ ആയിട്ട് കൊടുത്തു എന്ന് പറയുന്നത് അവരവിടെ അച്ചാരം വെച്ചു എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ 3 പെൺകുട്ടികളെ അവിടെ ഞാൻ കണ്ടു. അതിലെനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ഈ എത്തിയും കുട്ടീൻ്റെയാണ്. കാരണം ആ ഉമ്മാക്ക് നടക്കാൻ വയ്യാതെ നമ്മളെ പൊടിക്കാക്കുനോടാണ് അവിടെ ചെന്നിട്ട് ഒരു ചായ വാങ്ങിക്കൊടുന്നു ചോദിച്ചു. കാരണം ഈ പെൺകുട്ടി വന്നിട്ടില്ല, ഈ പെൺകുട്ടി ജോലിക്ക് പോയിക്കുക. പെട്ടെന്ന് ഈ 20 വയസ്സായ കുട്ടി അതിൻ്റെ ഇളയമീൻ കൂടെ കൊടുന്നിക്കണതിന് ആർട്ടിന് സുഖമല്ല. അപ്പോൾ ഈ കുട്ടി 20 വയസ്സായ കുട്ടി ഇതിൻ്റെ എക്കോ എടുക്കാനും രക്തം ടെസ്റ്റ് ചെയ്യാനും ഇതൊക്കെ പാടെ ഡോക്ടർമാർ കൊടുത്തപ്പോൾ ഈ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അപ്പോൾ സിസ്റ്റർമാർ അങ്ങോട്ട് വിളിച്ചിന് അത് കൊണ്ടൊന്നും ഇത് കൊണ്ടൊന്നും ആധാർ, റേഷൻ കാർഡ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കൊണ്ടു കൊടുക്കുക. അപ്പോൾ ഈ പെണ്ണ് വന്നിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് ചായ കൊടുന്നു വരും മോനിങ്ങനെ പോയിക്കാണ്, കാണാനില്ല ഇതുവരെ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യാറുണ്ട്, രാത്രിയാണ് പായില്ല, തലയാണില്ല, ഡ്രസ്സില്ല, ടെസ്റ്റ് ചെയ്തിട്ട് പോകാൻ നിന്നിട്ടെ. ഒരു 10-11 മണിയായപ്പോഴത്തേന് ഈ പെൺകുട്ടി എത്തി. വീട്ടിൽ പോയി അതിൻ്റെ കുട്ടീനെയൊക്കെ ഇളയമ്മാൻ്റെ വീട്ടിലാക്കിയിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ സങ്കടകരമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇത്രയും സ്ത്രീധനവും പൈസയും അമ്മായിമ്മക്കും നാത്തൂനൊക്കെ ഇത് കൊടുത്തിട്ട് ഇവരെല്ലാവരും കൂടി നിന്ന് ഈ പെൺകുട്ടീനെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച് ജീവിക്കാൻ പറ്റാതായൊരു സമയത്ത് ആ കുട്ടിയുടെ സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ കേസ് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ജീവിതമല്ലേ, എൻ്റെ മകളെ ജീവിതമല്ലേ, എൻ്റെ മകളെ ജീവിതം ഞാൻ കേസ് കൊടുത്താൽ അവനൊന്നും കൂടി വൈരാഗ്യം വാശിയും കൂടുതലേ ഉള്ളൂ. അവൻ്റെ പെങ്ങൾക്കാണെങ്കിലും അമ്മോശാക്കാക്കും അമ്മായിമ്മക്കും എല്ലാവർക്കാണെങ്കിലും വൈരാഗ്യം കൂടുതലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് 7 മാസമായി ഇതുവരെ ഒരു 5 പൈസ കുട്ടിക്കോ അവൾക്കോ ചിലവിന് തരുന്നില്ല. ഒന്ന് ഫോൺ വിളിക്കുക പോലും ഇല്ല. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ തന്നെ അഹങ്കാരത്തിൻ്റെ സംസാരക്കാരെ നമുക്ക് കേൾക്കുക, അല്ലാതെ സ്നേഹത്തോടെ ഒരു സംസാരം അവനോ അവൻ്റെ ഉമ്മയോ നാത്തൂനോ ചെയ്യില്ല എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ 7 മാസമായിട്ട് ഒരു തീരുമാനം ഇല്ലാതെ കിടക്കണം, പിന്നെ എന്താ കേസ് കൊടുത്തൂടെ നിങ്ങൾക്ക് എന്ന് വെച്ചു. ഇനിയിപ്പോൾ അപ്പോൾ ഈ പെൺകുട്ടി പറയാം, എനിക്ക് കേസിന് ഇതിനൊന്നും പോകാൻ നേരമില്ല, കേസിന് പോകണമെങ്കിൽ ഞാനും ഉമ്മയും നടക്കണം, ഈ വയ്യാത്ത ഉമ്മാനെയും കൊണ്ട് ഞാൻ അവിടെ പോയി കേസ് നടത്താനാ, ആര് വരുമാനം കൊണ്ട് നേരാനാ, ആങ്ങളുള്ളത് പഠിക്കുകയാണ് ഞാൻ, എവിടെയോ എന്തോ ഒരു ഇതിൽ ഒരു പ്രൈവറ്റായിട്ട് ഒരു ചെറിയ ജോലി എന്താ പെൺകുട്ടിക്കുണ്ട്, എന്തോ 7,000-8,000 മാസം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് വാടക കൊടുക്കുന്നതും ഈ കുടുംബത്തിൻ്റെ ചിലവ് കഴിഞ്ഞു പോണതും. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് കേസിൻ്റെ പുറകെ നടക്കാൻ നിന്നാൽ എനിക്ക് ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ അങ്ങനെയുള്ള കുടുംബത്തിൻ്റെ നേരെയാണ് ഇവർ കൂടുതൽ ഇതാക്കും ചെയ്യുക. കാരണം അങ്ങനത്തെ ഒരു കുടുംബത്തിൻ്റെ നേരെയാണ് ഇവർക്ക് കൂടുതൽ ചെയ്യാൻ. കാരണം അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് എത്ര കിട്ടിയാലും കാമ്പടം മാന്തി തിന്നുന്ന കുറേ എരപ്പാളി ഭർത്താക്കന്മാരുണ്ട്.
പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടി മാന്തണവരെ മാത്രമായിട്ട് ഞാൻ പറഞ്ഞത്, അല്ലാത്തല്ല. നമ്മളും കുറേ കാണുന്നുണ്ട്. ഇപ്പോൾ 3 കുടുംബത്തിനെ ഞാൻ അവിടെ കണ്ടെങ്കിൽ അല്ലാത്ത കുടുംബങ്ങളുണ്ട്. പുറകെ വരുന്നുണ്ട് വീഡിയോസ് നിങ്ങൾ കാണി. ഞാനൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ പെണ്ണിൻ്റെ അഭിപ്രായം, ആ കുടുംബത്തിൻ്റെ അഭിപ്രായം ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എൻ്റെ കണ്ണുമുമ്പിൽ തന്നെ പല സംഭവങ്ങളും ഞാനിവിടെ കാണുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ അല്ലേ, ഒന്നും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മിണ്ടാതിരുന്നതാണ്. അപ്പോൾ ഏതായാലും വരുന്നുണ്ട് വീഡിയോസുകൾ. അതിൽ ഞാൻ പറയാം ഈ പെൺകുട്ടിയുടെ തെങ്ങനെ. ഇനി അടുത്ത വീഡിയോസിൽ ഇതേ ഒരു പെൺകുട്ടി, ഇതേമാതിരത്തെ മറ്റൊരു പെൺകുട്ടിയുടെ ഒരു എറണാകുളത്തുള്ള ഒരു കുട്ടീനെ പരിചയപ്പെട്ടു മെഡിക്കൽ കോളേജിൽ വെച്ച്. ആ കുട്ടിയുടെ കാര്യത്തെപ്പറ്റി പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ഇത്രയേ ഉള്ളൂ, നിർത്തുന്നു. അസ്സലാമു അലൈക്കും.